ഹായ്, ഇന്നൊരു തക്കാളി ചമ്മന്തിയുടെ റെസിപ്പി ആയാലോ? വളരെ ഈസി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കാം നമുക്ക്. അതിനു വേണ്ടി 3 വലിയ തക്കാളി, 2 സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം ഒരുപോലെ ചട്ടിയിലേക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ കേട്ടോ. ഒരു പ്ലേറ്റ് ചോറുണ്ണാൻ തക്കാളി ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. അപ്പം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമുക്ക് ഇതെല്ലാം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കണം. ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത്. അപ്പോൾ 1 സ്പൂണോളം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി എന്നിവയാണ് പൊടികളായിട്ട് ചേർത്തേക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വഴണ്ട് വരേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിന് കോമ്പിനേഷൻ വരുന്നത് ചോറും മുട്ട പൊരിച്ചതും തക്കാളി ചമ്മന്തിയുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.